പുതിയ താരങ്ങൾക്ക് ആശംസയുമായി പ്രേമലുട്ടി പറഞ്ഞു. ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ. കാരണം ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു പൂജ അറ്റൻഡ് ചെയ്യുന്ന ബേബികളുടെ ഉണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും. ഓൾമോസ്റ്റ് ഞാൻ ഇന്ന് ഒരു ഷൂട്ടിന്റെ അവിടെ നിന്ന് ഓടി വരണേ. അപ്പൊ വരുന്ന സംഗീതന്റെ സീനിയർ ആയിരുന്നു. ഞാനും സംഗീതം 1ാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ്. എന്താ പറയാ, ഞാൻ എന്തായാലും ഈ കുടുംബത്തിലെ അംഗമാണെന്ന് ഓർത്തു. അപ്പൊ എല്ലാവർക്കും എന്റെ അനുഗ്രഹം. സിനിമയിൽ ഏറ്റവും കൂടുതൽ കാശ് വാങ്ങുന്ന ആർട്ടിസ്റ്റ്. ഒരുപാട് സന്തോഷം. കുട്ടികൾക്കൊക്കെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഒപ്പം ഞാനും ഉണ്ട് കൂട്ടത്തില്. സർവേശ്വരനോട് എല്ലാം ഭംഗിയായി പ്രാർത്ഥിക്കും. നന്ദി. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു പൂജ ചടങ്ങിലേക്ക് വരാൻ പറ്റിയതിൽ. ഞാൻ ലിസ്റ്റിൻ ചേട്ടൻ്റെ കൂടെ അല്ലെങ്കിൽ മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ഇപ്പോൾ ബേബികൾ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ. അത് ഏതാണ്ട് റിലീസ് ആവാറായി. സംഗീതം വന്നിട്ടുണ്ട്. സംഗീതം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കയ്യടി കൊടുക്കാം. ഇപ്പൊ സിനിമ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. എല്ലാം കൊണ്ടും ഞങ്ങള് എല്ലാ രീതിയിലും ഹാപ്പി ആയിരുന്നു. അപ്പൊ എന്തായാലും ഈ ഒരു സിനിമയ്ക്കും എല്ലാവിധ ആശംസകളും. ഇതിൽ എല്ലാവരും തന്നെ പുതുമുഖങ്ങളാണെന്ന് പറഞ്ഞു. അപ്പം എല്ലാവർക്കും അവരുടെ ബെസ്റ്റ് കൊടുക്കാൻ പറ്റട്ടെ. പ്രത്യേകിച്ച് ഫായിസ് ആയിരുന്നു ഞങ്ങളുടെ ബേബികളുടെയും ക്യാമറമാൻ. അപ്പൊ ഫായിസും എല്ലാവർക്കും, ടെക്നീഷ്യൻസ്, ആർട്ടിസ്റ്റ് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നമസ്കാരം. ഈ പ്രേമലുവിന്റെ കാര്യം പറഞ്ഞ പോലെ അന്നും നമ്മളെപ്പോൾ ഉള്ള പുതിയ ആളുകൾ, ഇപ്പം ഞാനായാലും സംഗീതമായാലും അഖിലായാലും, നമ്മളെ വിശ്വസിച്ച് നമ്മളെ പേര് സജസ്റ്റ് ചെയ്യാൻ ഒരു ഡയറക്ടറും അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു പ്രൊഡ്യൂസറും ഉണ്ടായിരുന്നുകൊണ്ടാണ് നമ്മളൊക്കെ ആ സിനിമയിൽ ആ വേഷങ്ങളിൽ അഭിനയിച്ചത്. അപ്പം അതുപോലെ തന്നെയാണ് ശരിക്കും നിങ്ങൾ ഈ പുതിയ ആൾക്കാരും മഹേഷ് പ്രോ സജസ്റ്റ് ചെയ്യാനും ലിസ്റ്റിൻ ചേട്ടൻ ആ കുഴപ്പമില്ല അവർ ചെയ്യട്ടെ എന്ന് പറയുന്നത് കൊണ്ടാണ് പുതിയ ആൾക്കാർ വരുന്നത്. അപ്പോൾ ലിസ്റ്റിൻ ചേട്ടനാണ് ശരിക്കും കയ്യടി ഇവിടെ അർഹിക്കുന്നത്. എനിക്ക് തോന്നി പുതിയ താരങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും ആ പ്രേമലു ടീം എന്ന് തോന്നേ. സംഗീതവും അതുപോലെ തന്നെ പവർ വേണം അഖിലേ. പുതിയ താരങ്ങൾക്ക് ആശംസയുമായി പ്രേമലുട്ടി പറഞ്ഞു. ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ. കാരണം ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു പൂജ അറ്റൻഡ് ചെയ്യുന്ന ബേബികളുടെ ഉണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും. ഓൾമോസ്റ്റ് ഞാൻ ഇന്ന് ഒരു ഷൂട്ടിന്റെ അവിടെ നിന്ന് ഓടി വരണേ. അപ്പൊ വരുന്നതിന്റെ ഒരൊറ്റ റീസൺ ഇതുള്ളൂ, മാജിക് ഫ്രെയിംസ് ആണ് ഇതിന്റെ റീസൺ. അപ്പോൾ എപ്പോഴും മാജിക് ഫ്രെയിംസ് ഒരു ഫാമിലി പോലെയാണ്. ലിസ്റ്റിൻ ചേട്ടന്റെ ബാക്കി ചേട്ടന്റെ ഒക്കെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പടം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ നമ്മുടെ ഫാമിലിയാക്കി മാറ്റും. പിന്നീട് അങ്ങോട്ടേക്ക് എല്ലാ പരിപാടിക്കും വിളിക്കാന്ന് പറയുമ്പോൾ പിന്നെ ഒരു 2 പ്രാവശ്യം നമ്മളെങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ 3ാമത്തെ വട്ടത്തോടി പിന്നെ വരാതെ വയ്യാന്നാവും. കാരണം അവരത്രയും കാര്യമായിട്ട് ഓരോ സമയത്തും നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ഇന്ന് ഞാൻ അങ്ങനെയാണ് ഓടി വരുന്നത്. അപ്പൊ ഭയങ്കര പിന്നെ ഓൾസോ ഒരു ദിവസം ഇതുപോലെ രാത്രി നിൽക്കുന്ന സമയത്താണ് ലിസ്റ്റിൻ ചേട്ടൻ എനിക്ക് ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് അയച്ചിട്ട് ഒന്ന് വായിക്കാൻ പറഞ്ഞത്. അപ്പൊ അന്ന് വായിച്ചപ്പോ തന്നെ എനിക്ക് കൊറിയൻ ഡ്രാമാസിന്റെ ഒക്കെ ഒരു ഭയങ്കര ഒരു സോളുള്ള ഒരു പടമായിട്ട് അന്ന് തോന്നിയായിരുന്നു മെറി ബോയ്സ്. അപ്പൊ ഞാൻ അന്ന് തന്നെ പറഞ്ഞു അപ്പൊ ആ സിനിമയുടെ പൂജയ്ക്ക് ഇപ്പൊ അത് പ്രൊജക്റ്റായി. അത് കുറെ നമ്മളന്ന് വായിച്ചവർക്കൊക്കെ ഇപ്പൊ മുഖങ്ങളായി. അവരുടെയൊക്കെ കൂടെ നിൽക്കാൻ പറ്റിയതിൽ സന്തോഷം. ഓൾ ദ ബെസ്റ്റ്. നമസ്കാരം. ഇപ്പം സംഗീതയുടെ പറഞ്ഞ പോലെ തന്നെ ഞാനും ആദ്യമായിട്ടൊരു പൂജ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തത് അവറാച്ചൻ ആൻഡ് സൺസിൻ്റെയാണ്. അപ്പം ഇപ്പം മാജിക് ഫ്രെയിംസിന്റെ ഒരു ഭാഗമാവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ പടത്തിന് എൻ്റെ എല്ലാവിധ ഓൾ ദി ബെസ്റ്റ്. അല്ല എനിക്കധികം പരിചയമില്ലാത്ത ആൾക്കാരാണ് ഇവിടെ എല്ലാവരും. ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ലിസ്റ്റിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ എൻ്റെ ജൂനിയർ ആയിരുന്നു ഇതിലെ നായിക ഐശ്വര്യ. ഞങ്ങൾ അമൃതയിൽ പഠിച്ചാണ്. അപ്പൊ അതാണ് ഇവിടെ എനിക്ക് ആകെ പരിചയമുള്ള ആളുകൾ. പാർവതി അറിയാം. പാർവതി അറിയാം. പിന്നെ സാഫ്, ഷോൺ, അർജുൻ ഇല്ലേ. എടാ സംഗീത വേണ്ട സംഗീതന്റെ സംഗീതന്റെ സീനിയർ ആയിരുന്നു. ഞാനും സംഗീതം 1ാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ്. അന്ന് മുതലുള്ള ബന്ധമാണ് സംഗീതമായിട്ട്. സംഗീതത്തെ പറ്റി ഇവിടെ പറയേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. ഞാനിവിടെ വന്നതിന്റെ മെയിൻ ഉദ്ദേശം ഞാൻ ലിസ്റ്റിന്റെ കുറച്ച് തമാശകൾ കേൾക്കാലോ എന്ന് വിചാരിച്ചാണ് വന്നത്. പക്ഷെ ഇന്ന് ലിസ്റ്റിന്റെ ഭയങ്കര സീരിയസ് ആണ്. അപ്പോ ഞാനിന്ന് വന്നതിന് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട്. ഈ സിനിമയുടെ കഥയും കേൾക്കാനായിട്ട് എന്നോട് പറഞ്ഞിരുന്നു. അപ്പോ കഥ കേട്ട് എന്നെ ഇതിലേക്ക് ലിസ്റ്റിൻ എടുക്കട്ടെ എന്നും ബിന്ദു ചേച്ചിക്ക് കൊടുക്കുന്ന പോലെ പൈസ കൊടുത്ത്
അത്ര അല്ലെങ്കിൽ അതിൽ കുറച്ച് താഴെ ആണെങ്കിൽ കുറച്ച് പൈസയൊക്കെ തന്ന് ആ പൈസ ലിസ്റ്റിൻ ചേട്ടൻ തിരിച്ചും കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പൊ എല്ലാവരും ഡയറക്ടർ ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു ചന്തു, താങ്ക് യു. നമ്മുടെ പ്രിയപ്പെട്ട പൂജയെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഒരു ആശംസയ്ക്ക് വേണ്ടി. പൂജ ഒരു കൈയ്യടി എടുത്തോണ്ട് നമുക്ക് പൂജ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഇതുപോലെ മാജിക് ഫ്രെയിംസിന്റെ ഒരു പടം ചെയ്താൽ പിന്നെ അവർ നമ്മളെ ചേർത്ത് പിടിക്കുന്നുള്ള പോലെ തന്നെയാണ്. അപ്പൊ അഖിലൊക്കെ ഒന്ന് വിളിച്ചാൽ നമുക്ക് വരാതിരിക്കാൻ പറ്റില്ല. എന്തായാലും ഇത്രയും പെൺകുട്ടികൾ ഒരുമിച്ച് ഒരു പടത്തിൽ അടിച്ചു പൊളിക്കാൻ പോകുന്നു എന്ന് കാണുന്നത് ഭയങ്കര സന്തോഷം. അത് ലിസ്റ്റിൻ ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത് ഇങ്ങനെ ഒരു പടം നിർമ്മിക്കുന്നതിന് അതിനേക്കാൾ വലിയ സന്തോഷം. അപ്പോൾ ഐ വിഷ് യു ഓൾ വെരി ബെസ്റ്റ് ആൻഡ് ഹോപ്പ് ഇറ്റ് ബിക്കംസ് എ ബിഗ് ഹിറ്റ്. താങ്ക് യു വെരി മച്ച്.